അപ്പോ അവിടെ ആരെയും അശ്ലീലം പറഞ്ഞിട്ടില്ല, ഞങ്ങളാരും കേട്ടിട്ടില്ല അശ്ലീലം പറഞ്ഞത്. എനിക്ക് അവർ ഉന്നയിച്ച മറ്റൊരു ആരോപണം എന്ന് പറയുന്നത് ജനറൽ ബോഡിയിൽ അവരെ ഒരുപാട് മോശമായിട്ട് പല പേരെടുത്ത് പറഞ്ഞിട്ടുണ്ട്. മായ വിശ്വനാഥ്, അതുപോലെ ബാബുരാജ്, സിദ്ദിഖ്, ഇവരുടെയൊക്കെ പേരെടുത്ത് പറഞ്ഞിട്ടുണ്ട്. പഹാജ, മജീദ്, അങ്ങനെ കുറെ പേരുടെ പേര് പറഞ്ഞിട്ടുണ്ട്. അവരൊക്കെ ഒരുപാട് അശ്ലീലം പറഞ്ഞു എന്നാണ് ആ ഓഡിയോ ക്ലിപ്പിൽ അവർ ആരോപിച്ചിരിക്കുന്നത്. അങ്ങനെ അശ്ലീലം എന്ന് പറഞ്ഞിട്ട് അവർ വന്നപ്പോൾ മുതല് അവരെ കേൾക്കാൻ ഞങ്ങൾ സ്ത്രീകൾ തയ്യാറായിരുന്നു. സ്ത്രീകൾ മുമ്പിൽ നിന്ന് തന്നെ ശ്വേത എന്നെ ഉൾപ്പെടെ കുറച്ചു പേരെ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ജനറൽ ബോഡിക്ക് മുൻപ്. ഞങ്ങൾക്ക് ചേച്ചി സംസാരിക്കാനുണ്ട്, ഞങ്ങൾക്ക് പറയാനുണ്ട് കാര്യങ്ങൾ. അപ്പൊ ഞങ്ങൾ വിചാരിക്കുന്നത് എന്താണ്, ഈ കാലയളവിൽ അവിടെ നടന്നിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് അവർക്ക് വിശദീകരണം ഉണ്ടാവും. അപ്പൊ ഞാനും പറഞ്ഞു അത് ഞങ്ങൾക്ക് കേൾക്കണം, അത് സംസാരിക്കാനുള്ള ഒരു സാഹചര്യം നിങ്ങൾ ഞങ്ങളുടെ കൂടെ നിന്ന് ഉണ്ടാക്കി തരണമെന്ന്. തീർച്ചയായിട്ടും ഞങ്ങൾ നിങ്ങളുടെ കൂടെ നിൽക്കും. നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ ഞങ്ങൾ കേൾക്കും. എന്നിട്ട് നീതി എവിടെയാണ്, ശരി എവിടെയാണോ അതിന്റെ കൂടെ ഞങ്ങൾ നിൽക്കുള്ളൂ. നിങ്ങൾ പറയും, നിങ്ങളുടെ ഭാഗം നിങ്ങൾ ക്ലിയർ ചെയ്യും പറഞ്ഞിട്ട് തന്നെയാണ് നമ്മൾ ജനറൽ ബോഡിക്ക് മുമ്പാണ് അത് സംഭവിച്ചത്. പക്ഷെ ജനറൽ ബോഡി തുടങ്ങി ഇവർ വന്നതിന് ശേഷം അവർ ഈ കഴിഞ്ഞ കാലയളവിൽ നടന്ന ഒരു കാര്യങ്ങളും അവർ സംസാരിക്കുന്നില്ല. അവർ വന്നിട്ട് സംസാരിച്ചത് മുഴുവനും അതിനു മുൻപ് തന്നെ നേരെ നോക്കിയാൽ കീരിയും പാമ്പും പോലെ നിന്ന അംഗങ്ങളാണ്. എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളും ഭാരവാഹികളുമാണ്. അവരൊക്കെ അവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് അവർക്ക് ഒരു പ്രശ്നവും ഇല്ല. അവരെല്ലാവരും ഒരുമിച്ച് വേദിയിൽ ഇരുന്ന് സന്തോഷം, നമുക്ക് സന്തോഷം, അവരങ്ങനെ തന്നെ ഇരിക്കണമെന്ന് തന്നെയായിരുന്നു നമ്മുടെ എല്ലാവരുടെ ആഗ്രഹം. പക്ഷെ അവിടെ വന്നതിന് ശേഷം അവർ ഭയങ്കര ആക്ടിങ് ആയിരുന്നു. എല്ലാവരും വന്നിട്ട് അവർ സംസാരിച്ചത് മുഴുവനും അവരുടെ ഭാഗം കേൾക്കാനാണ് ഈ ജനറൽ ബോഡിയിലുള്ള ആൾക്കാർ അത്രയ്ക്ക് നാണക്കെട്ടിരിക്കുകയാണ്. അമ്മയിലെ അംഗങ്ങൾ മുഴുവനും അതിനെ കുറിച്ച് അവരൊന്നും പറയുന്നില്ല. അവർ പറഞ്ഞത് മുഴുവനും 1500 രൂപ പെൻഷൻ നമ്മൾ കൂട്ടുകയാണ്. ഈ 1500 രൂപ അല്ല, കഴിഞ്ഞ കമ്മിറ്റി 5000 കൂട്ടാനിരുന്നതാണ്. കഴിഞ്ഞ കമ്മിറ്റി ഇല്ലേ, അൻസിബൊക്കെയുള്ള കമ്മിറ്റി, സിദ്ദിഖൊക്കെ ഉള്ളത് 5000 കൂട്ടാനിരുന്നതാണ്. പക്ഷെ ഇവർ 1500 രൂപ കൂട്ടിത്തരാൻ പോവുകയാണ്. അത് പുറത്തുനിന്നുള്ളൊരു സ്പോൺസർ അക്കൗണ്ടാണ് അത് കൂട്ടിക്കുന്നത്. അത് കൂടാതെ തന്നെ 4 ദിവസം തായ്ലൻഡിൽ പോകുന്നു. അത്തരം കാര്യങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിങ്ങനെ പറഞ്ഞു. അത് കഴിഞ്ഞ് കണക്ക് ശരിയല്ലാത്തൊരു കണക്ക്, അതിനൊക്കെ ഇവരുടെ കയ്യിൽ നിന്ന് കണക്കിന്റെ ഒരു പേജ് ലീക്കായിട്ടുണ്ട്. അതിൽ 60 ലക്ഷത്തിന് മേലെ കണക്കില്ലാതെ വന്നിട്ടുണ്ട്. അതിനെ കുറിച്ചൊക്കെ ബാബുരാജ് പറഞ്ഞതാണ്. അത് കാണിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു ബാബുരാജ്. അപ്പോഴാണ് നമ്മളെല്ലാവരും അറിയുന്നത് ഇങ്ങനെ ഒരു കണക്ക് തെറ്റി ബാബുവിന്റെ വാട്സപ്പിൽ സെക്രട്ടറിയുടെ ഭാഗത്തുനിന്ന് വന്നിട്ടുണ്ടെന്ന്. അത് കഴിഞ്ഞ് ചാർട്ടേഡ് അക്കൗണ്ടിനെ വിളിച്ചു. നമുക്ക് തന്നിരിക്കുന്ന പ്രിന്റ് ചെയ്ത് തന്ന കണക്ക് വേറെ, അവർ വായിച്ച കണക്ക് വേറെ. അപ്പോ അതൊക്കെ കൺഫ്യൂഷൻ ഉണ്ടായി. അവിടെ മൊത്തത്തിൽ എല്ലാവരും ചോദ്യം ചെയ്യാൻ തുടങ്ങി. അംഗങ്ങളാണ്. മൈക്ക് അവിടെ ആർക്കും തന്നില്ല. ഈ ജനറൽ ബോഡി നടത്തിയത് സംഘാടകരെന്ന് പറയുന്നത് ഈ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയാണ്. ആ എക്സിക്യൂട്ടീവ് കമ്മിറ്റി മൈക്ക് മാറ്റി വെച്ചിരിക്കുക. ഇതുപോലുള്ള കോർഡ്ലെസ് മൈക്ക് ഓരോരുത്തർ ചോദ്യം ചോദിക്കുമ്പോൾ ശരിക്കും പറഞ്ഞ വേദിയിൽ അങ്ങ് ദൂരെ ഇരുന്ന് ചോദിക്കുന്ന ആൾക്കാർ ഒക്കെ തന്നെ സംസാരിക്കാനേ പറ്റുള്ളൂ. കാരണം മൈക്ക് കൊടുക്ക്, മൈക്ക് എവിടെയെന്ന് ഞങ്ങൾ എല്ലാവരും ചോദിക്കുന്നുണ്ട്. ആ മൈക്കൊന്നും കൊടുക്കുക അവർ ചോദിക്കുന്നത്. മൈക്ക് തരുന്നില്ലായിരുന്നു. ആകെ അനൂപ് ചന്ദ്രന്റെ കയ്യിൽ മാത്രം ഒരു മൈക്ക് കൊടുത്തിട്ട് അനൂപ് ചന്ദ്രൻ സൈഡിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പൊ ഇവർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കൊന്നും മറുപടി പറയാതെ ബാബുരാജിനെ കുറിച്ച് കുറെ ആരോപണങ്ങൾ വന്നു. അപ്പൊ ബാബുരാജ് സംസാരിക്കാൻ സമയം കൊടുക്കുന്നില്ല, മറുപടി പറയാൻ സമയം കൊടുക്കുന്നില്ല. ഈ സമയം മുഴുവനും ലാലേട്ടൻ മുൻപിൽ തന്നെ ഇരിക്കുകയാണ്. ലാലേട്ടൻ ഇതെല്ലാം കണ്ടോണ്ട് കേട്ടോണ്ടിരിക്കുകയാണ്. അപ്പോ ബാബുരാജിന് സമയം കൊടുക്കുന്നില്ല. അവർ സമയം കൊടുക്കാതിരുന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ബാബുരാജ് പറഞ്ഞു ഞാൻ ഇറങ്ങി പോവുകയാണെന്ന് പറഞ്ഞു. അപ്പൊ അവരെ എഴുന്നേറ്റ് നിന്നപ്പോൾ വളരെ ഷൗട്ട് ചെയ്തുകൊണ്ടാണ് പിന്നെ പ്രസിഡന്റ് അവിടെ നിന്നിട്ട് എന്താ പറയുക, എനിക്ക് ആ ഭാഷ ഇവിടെ ഉപയോഗിക്കാൻ പറ്റത്തില്ല. പച്ച മലയാളത്തിൽ പറഞ്ഞാൽ ആ ഭാഷ ഇരിക്കട അവിടെ എന്ന് പറയുന്നത് പോലെ, ഞാനാണ് പ്രസിഡന്റ്, ഞാൻ പറയുന്നത് കേൾക്കണം, ഞാൻ ഇവിടെ പറയുന്നത് കഴിഞ്ഞിട്ട് മതി. അപ്പൊ പറഞ്ഞു ബാബുരാജ് അങ്ങനെയാണെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോവുകയാണെന്ന് പറഞ്ഞപ്പോ ഇവര് പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ ഇറങ്ങിപ്പോക്കോ, പുറത്ത് വണ്ടി കിടപ്പുണ്ട് എന്ന് വരെ പറഞ്ഞു. അതുപോലെ ആർക്കും സംസാരിക്കാൻ, അവർക്ക് സൈഡിൽ നിന്ന് സംസാരിക്കുന്നവരെ നേരത്തെ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അവരെ കൊണ്ട് മാത്രമാണ് സംസാരിപ്പിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ ഞങ്ങൾക്ക് സംശയങ്ങളുണ്ടായി. ഓരോ കാര്യങ്ങൾക്ക് ഞങ്ങൾക്ക് കേൾക്കേണ്ട കാര്യങ്ങൾ ഇതല്ല. മല്ലിക ചേച്ചി ഉൾപ്പെടെ അവിടെ നിന്ന് ഒച്ച മൈക്കില്ല സംസാരിക്കും. ആ ചേച്ചിക്ക് ഒരു മൈക്ക് കൊടുക്കുമെന്ന് ഞാൻ എത്രയോ പ്രാവശ്യം വിളിച്ചു വന്നാൽ മല്ലിക ചേച്ചിക്ക് ഒരു മൈക്ക് കൊടുക്കുക, ചേച്ചി പറയുന്നത് കേൾക്കാൻ പറ്റുന്നില്ല.
അങ്ങനെ എങ്ങനെയോ ഒരു മൈക്ക് കൊണ്ടുകൊടുത്തു. എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലുള്ള സന്തോഷ് കീഴാറ്റൂരിനെ ഞങ്ങൾ വിളിച്ചു ചോദിച്ചു, നിങ്ങൾ ആ മൈക്ക് അവിടെ പോയി. തുടക്കത്തിൽ മൈക്ക് ഉണ്ടായിരുന്നു, പിന്നെ ഇവര് മൈക്ക് മാറ്റിയതാണ്. ഞങ്ങൾ ആരുമല്ല മൈക്ക് മാറ്റിയത്. സന്തോഷ് കീഴാറ്റൂര് ആ മൈക്ക് തന്നില്ല നമുക്ക്. ഇല്ല, ഇപ്പൊ തരാൻ പറ്റത്തില്ല, ഉച്ചയ്ക്ക് ശേഷം ചർച്ചയ്ക്ക് ശേഷം തരാൻ പറ്റുള്ളൂ എന്നുള്ളത്. അങ്ങനെയാണ് മൈക്ക് കൊടുക്കാതിരുന്നത്. അപ്പോ അവിടെ ആരെയും അശ്ലീലം പറഞ്ഞിട്ടില്ല, ഞങ്ങളാരും കേട്ടിട്ടില്ല അശ്ലീലം പറഞ്ഞത്.